ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നാരായൺ പോറ്റി എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ഞാൻ ആലുവ സേവാഭാരതിൻ്റെ പ്രസിഡന്റും കൂടിയാണ്. ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? അസുഖമാണോ ആരോഗ്യമാണോ? പറ. ആരോഗ്യം, ശരിയല്ലേ? അപ്പൊ ആരോഗ്യമാണ് വേണ്ടേ. ആരോഗ്യമുള്ള ഒരാൾ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളെപ്പോഴാണ് ആശുപത്രിയെ കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് അസുഖമുള്ളപ്പോഴാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം? അസുഖമായിട്ട് ആശുപത്രി വരുന്നതാണോ നല്ലത്? അസുഖം ഇല്ലാതെ നടക്കുന്നതാണോ നല്ലത്? ഞാനും കുറെ അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു, മനസ്സിലായില്ലേ? നമ്മൾ ചേഞ്ച് ചെയ്തെത്തിയതാണ്. നമ്മുടെ ജീവിത ശൈലിയിലുള്ള ചേഞ്ചസ് വരുത്തണം. എന്ത് വരുത്തണം? ജീവിത ശൈലിയിലുള്ള ചേഞ്ചസ് വരുത്തണം. ഇപ്പൊ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എത്ര കാര്യങ്ങളാണ്? ഒരു കസേരയ്ക്ക് എത്ര കാലുണ്ട്? 4 കാല്. അതിൽ ഒരു കാല് പോയാലും സംഭവിക്കും, ഇരിക്കാൻ പറ്റുമോ? 2 കാല് പോയാലോ? പലർക്കും അങ്ങനെ പല കാലും പോയിരിക്കുകയാണ് അല്ലേ? കാല് പോയിട്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ വന്നിരിക്കുക. എസ്വന്നോ? അതെ. അപ്പോ 4 കാലില് ആദ്യത്തേതാണ് റെഗുലർ എക്സസൈസ്. എന്താണ്? റെഗുലർ എക്സസൈസ് എവറി ഡേ ചെയ്യാം. ഒരു 20 മിനിറ്റ്. ഇനി എവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസം വിട്ടോ, 7 ദിവസം 6 ദിവസം ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പറഞ്ഞ ഉടനെ പോയി ജിമ്മിൽ ചെയ്യും. ജിമ്മിൽ ചെന്ന് ഞാൻ ഇന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കുന്നു പറഞ്ഞ് അതെടുക്കാം മറ്റേ എടുക്കാം. അതായത് നടു തല്ലിയിട്ട്, ഇപ്പൊ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, നടു തല്ലിയിട്ട് ആശുപത്രി കിടക്കുക. അതൊന്നും വേണ്ട. സിമ്പിൾ എക്സസൈസ്, പ്രിഫറബിളി സൂര്യ നമസ്കാരം, യോഗ, സ്കൂളിൽ ചെയ്ത എക്സസൈസ്, മെഡിറ്റേഷൻ, ഇതേമാതിരി കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എത്ര മിനിറ്റ്? ഞാൻ ഇന്ന് കാലത്ത് ചെയ്തു. ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റെ. ഞാൻ ഒരു 6 തൊട്ട് ഒരു 6:30 വരെ 1 മണിക്കൂർ ചെയ്തിട്ടുള്ളൂ. അത് എല്ലാവർക്കും മടിയുണ്ട്, എനിക്കും മടിയുണ്ട്. അത് കുറച്ചുകൂടി കൂടുതൽ ചെയ്താൽ കൂടുതൽ. കഴിക്കുന്ന ആഹാരം നമ്മൾ എന്തെങ്കിലും കിട്ടി, വീട്ടിൽ കിട്ടി, ഇതിപ്പോ ഏറ്റവും നല്ല സമീകൃത ആഹാരമാണ് നമുക്ക് കഴിക്കുമ്പോൾ വേണ്ടത്. നിങ്ങൾ വീട്ടിലാണെങ്കിൽ ആലോചിക്കുന്നത് പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, വാട്ടർ വേണം, ഫൈറ്റോ ന്യൂട്രിയൻസ്, പ്ലാന്റ്സ്, ഇലകളും മറ്റുള്ളവർക്ക് വേണം. അപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റ് മനസ്സിൽ കാണുമ്പോൾ അതിൽ 25% കാർബോഹൈഡ്രേറ്റ്, അത് ചോറ്, ഇഡലി, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് വരും. 25% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, 25% മറ്റേ നട്ട്സും ധാന്യങ്ങളൊക്കെ. അതായത് ഒന്ന് പ്ലാൻ ചെയ്യാം. ഡയബറ്റീസ് ഉള്ളവർ പതുക്കെ മില്ലറ്റ്സിലേക്ക് മാറുക, ചോറിന്റെ അളവ് കുറയ്ക്കുക, പച്ചക്കറിയുടെ അളവ് കൂട്ടുക. അങ്ങനെ ചോദിക്കും, നിങ്ങൾ സാറേ പച്ചക്കറി ഭയങ്കര വിലയാണ്, എല്ലാത്തിനും വിഷമാണെന്ന് പറയും. ശരിയാണ്, വീട്ടിൽ നട്ടുപിടിക്കാൻ നോക്കുക. ഞാൻ ഇന്ന് കാലത്ത് ദോശയ്ക്ക് മാവ് ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കാം. വെറുതെ ദോശമാവ് കലക്കി മുരിങ്ങയുടെ ഇല, അടുത്ത പറമ്പിലുള്ള മുരിങ്ങയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പറിച്ചിട്ടു. ഒരു 8-10 ഉള്ളി അരിഞ്ഞിട്ടു, റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. എന്താ കാരണം? ഈ മുരിങ്ങയുടെ ഇല നല്ലതാണോ ചീത്തയാണോ? അത് ശരീരത്തിലേക്ക് പൊക്കോട്ടെ, എനിക്ക് വല്ല നഷ്ടമുണ്ടോ? നാട്ടുകാരുടെ വീട്ടിലുള്ള മുരിങ്ങയാണ് അവർ വെറുതെ നട്ടേക്കാണ്. ഞാൻ അവരോട് തിരിച്ചു കാണിക്കുന്നതുകൊണ്ട് അവർ സാറ് പച്ചോളാം. ആൻഡ് അവസാനത്തെ പില്ലറാണ് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. എന്താണ് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ? ഈ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 9:30 മണിക്ക് ആകുമ്പോൾ കിടക്കണം. കാലത്ത് പറ്റുമെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കുക. പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് മേക്ക് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് പറയുന്നത്. അപ്പൊ കാലത്ത് എഴുന്നേക്ക വരുന്നത്. ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ഞാനത് ഈ ടോപ്പിക്ക് പറയാൻ കാരണം, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ കുട്ടപ്പൻ എന്നാണ്. അദ്ദേഹം നമ്മൾ ആദ്യം പറഞ്ഞ പില്ലർ റെഗുലർ എക്സസൈസിൽ ഏറ്റവും ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞ യോഗയാണ് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ എത്ര വർഷമായിട്ടാ? 15 വർഷമായിട്ട് യോഗ ടീച്ചറാണ്, യോഗ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടുവേദനയായിട്ട് സാധാരണ ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ഒക്കെ ഇട്ടു, മാറി, കുറച്ച് കുറവുണ്ടായിരുന്നു, പക്ഷെ മാറിയില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് എക്സസൈസ് പഠിച്ചു. അതിപ്പോ എല്ലാ ദിവസവും ചെയ്യും. എന്താ കാരണം? നടുവേദന വരാതിരിക്കാൻ, അല്ലെങ്കിൽ കൂടാതിരിക്കാൻ. നഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ ഇടുന്നെങ്കിൽ കാശ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നമ്മളിനി വീട്ടിൽ വെയിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആരിട്ട് തരാനാ? അവനെങ്ങാനും ഇട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പറ്റും. ആരുടെ നടുവാ? ആരുടെയാ? നാട്ടുകാരുടെയാണോ? നമ്മുടെ നടുവാ. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് TTPT പ്രിൻസിപ്പിൾ. എന്താണ്? തനിക്ക് താനും പെരയ്ക്ക് തോന്നും, അവനവന്റെ കാര്യം ആദ്യം നോക്കണം എന്നാ പറഞ്ഞേക്കണേ. ഓക്കെ. അപ്പൊ ആ യോഗയില് 15 വർഷമായിട്ട് ആലുവയില് തോട്ടക്കാട്ടിൽ മാതൃശക്തി എന്നുള്ള സ്ഥാപനത്തിലുണ്ട്.
അതിൻ്റെ ഓപ്പോസിറ്റ് അദ്ദേഹം താമസിക്കുന്നുണ്ട്. അവിടെ വെച്ച് യോഗ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വൈഫും സോഷ്യൽ സർവീസിലാണ്. വൈഫ് മാതൃശക്തി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പെൺകുട്ടികളെ, അനാഥരായിട്ടുള്ള പെൺകുട്ടികളെ ഫ്രീ ആയിട്ട് ചെറുപ്പം തൊട്ട് അവരെ കല്യാണം കഴിക്കുന്നവരെ പഠിപ്പിക്കുന്ന ഫ്രീ ആയിട്ട് ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാം ഇതേമാതിരി തന്നെ സഹൃദയ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ചെയ്യുന്നത്. അവിടുത്തെ മേറ്ററാണ് കുട്ടപ്പൻജിയുടെ വൈഫിന്റെ പേരെന്താ? രവി. അപ്പോൾ കുട്ടപ്പൻജിയാണ് ഇന്ന് നമുക്ക് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വന്നേക്കണേ. കുട്ടപ്പൻജിയെ നമുക്ക് നല്ലൊരു കഴിവോടുകൂടി സ്വീകരിക്കാം. ഇനി കുട്ടപ്പൻജി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോജക്റ്റാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രോജക്റ്റ് കഴിഞ്ഞ 1000 ദിവസം ആകുമ്പോൾ അല്ലേ, 32 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് പ്രോജക്റ്റാണ്. കുറേ അനവധി ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. കുട്ടപ്പൻജിക്ക് 2 വാക്ക് സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. അതുകൂടാതെ യോഗയെക്കുറിച്ചും ഈ പ്രോജക്റ്റിനെ കുറിച്ച് 2 വാക്ക്, കാരണം നമുക്ക് തുടങ്ങാവുന്നതാണ്. 2 വാക്ക് സംസാരിക്കാം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് കുട്ടപ്പൻ എന്നാണ്. തോട്ടക്കാട്ടിനെ വന്നൊരു 22 വർഷമായി താമസിക്കുന്നത്. ശരിക്കും വൈക്കത്താണ് വീട്. കേൾക്കാമോ അവിടെ? പേര് കുട്ടപ്പൻ എന്നാണ്. വൈഫ് അവിടെ പറഞ്ഞല്ലോ, അവിടെ ഒരു മാതൃശക്തി ബാലികാസദനാണ്, ഓർഫനേജാണ്. 25 വർഷമായിട്ട് അവിടെ പുള്ളിക്കകത്ത് അതിനകത്തുണ്ട്. ഒരു മകളുണ്ട്, നമ്മൾ CA പഠിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നത് ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് യോഗ നടുവേദനയായിരുന്നു എൻ്റെ പ്രശ്നം. നടു ഓപ്പറേഷൻ മരുന്ന് പറഞ്ഞതാണ്. കാലിലേക്ക് മരവിപ്പൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ യോഗ കൊണ്ടാണ് നടുവേദന മാറിയത്. അങ്ങനെ ഞാൻ യോഗയിലേക്ക് വന്നതാണ്. ഇപ്പോൾ അവിടെ ഒരു 15 വർഷമായിട്ട് യോഗ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എന്നെ കുറിച്ചുള്ള പരിചയം. പിന്നെ ഈ ഒരു കാര്യം ഞാനും നല്ല കൂട്ടുകാരാണ്. തുടങ്ങുന്ന സമയത്ത് എനിക്കറിയാമായിരുന്നത്. പക്ഷേ എൻ്റെ നാട്ടിൽ കോട്ടയത്ത് ഒരു സ്ഥാപനമുണ്ട്, മെഡിക്കൽ കോളേജ് ഒരു ആൾ കൊടുക്കുന്നുണ്ടാകാം, ഒരു അച്ചായനാണ് അദ്ദേഹം. ഇപ്പം അത് വലിയ പ്രോജക്റ്റായിട്ട് മാറി. ആൾക്ക് ഒത്തിരി പേര് സഹായിക്കാനൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു ആൾക്കാർക്ക് ഇത് കൈവച്ച് സഹായിക്കുമെന്നുണ്ട്, സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരുണ്ട്. അതായത് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥാപനം ഇത്രയും വർഷം ആരുടെയും നമുക്കറിയാലോ സപ്പോർട്ട് കൊണ്ട് മാത്രം പോകുന്നതാണ്. അങ്ങനെ ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് നന്ദി കാണിക്കാമെന്ന് മാത്രമാണ്. നമുക്ക് കിട്ടുന്നതിനൊരു നന്ദി പറയുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിനെല്ലാം ഒരു നേരം ശ്വാസം എടുക്കാൻ പറ്റുന്നത് ഈ പക്ഷികളും അല്ലെ ഈ സസ്യങ്ങളാണ് നമുക്ക് ഓക്സിജൻ തരുന്നത് അല്ലേ. ഈ സസ്യങ്ങൾ പ്ലാന്റേഷൻ ചെയ്യുന്ന കാക്കകളൊക്കെയാണ്. ആല് കിടന്ന കാക്കയാണ്. അതിന്റെ കാ കൊണ്ട് കാഷ്ടിക്കുമ്പോൾ അവിടെ നിന്നാണ് ആല് വരുന്നത്. അപ്പൊ ഈ സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നന്ദി വേണം. നമുക്ക് ഇന്ന് ഈ ആഹാരം തരുന്ന ആൾക്കാരോട് നമ്മൾ മനസ്സുകൊണ്ട് നന്ദി അർപ്പിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും തരാനുള്ളൊരു ദൈവം നമ്മളിലേക്ക് എത്തിച്ചു തരും. അത് മാത്രമാണ് എനിക്കൊരു ഈ അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കൂടെ സെന്തിൽജി ഉണ്ട്, സുരേഷി ഉണ്ട്, ഷിജു ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ആരോഗ്യം, എല്ലാവരും അസുഖം മാറി ആരോഗ്യത്തിൽ തിരിച്ചു വരണം. യോഗ ചെയ്യേണ്ടവർക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്നും കൂടി 4 പില്ലേഴ്സ് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നെന്താണ്? ഉറക്കെ പറ. റെഗുലർ എക്സസൈസ്, തലയിലേക്ക് കയറണം. രണ്ടാമത്തെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. മൂന്നാമത്തെ പ്രോപ്പർ ന്യൂട്രീഷൻ. നാലാമത്തെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ടൈം. താങ്ക് യു. എല്ലാവരും കയ്യിലും പാത്രമാണ് അല്ലേ? എല്ലാവരും കൈയൊന്നും ഇങ്ങനെ പൊക്കി ഒന്ന് കുടഞ്ഞേ, കൈ ഇങ്ങനെ ഒന്നുകൂടി കുടഞ്ഞേ. ഓക്കെ. രണ്ടാമത്തെ കാര്യമാണ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. എന്താണ്? എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ മുഖത്ത് ചിരിയുണ്ട്. നിങ്ങൾ ഈ ആശുപത്രിയിലാണ്ട് മുഖത്ത് ചിരിയുണ്ട് അല്ലേ? എന്ത് സംഭവിച്ചാലും സംഭവിക്കുന്നല്ല നല്ലതിന്. അതാണ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രം പ്രശ്നമുണ്ടാവും. ഞാൻ കോടീശ്വരന്മാരെ കണ്ടിട്ടുണ്ട്. അവരും ഭയങ്കര ടെൻഷനിലാണ്. കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ടെൻഷനാണ്, ടീച്ചർ അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ടെൻഷനാണ്. പണ്ടത്തെ കാരണവന്മാർക്കൊന്നും ഒരു ടെൻഷൻ ഉണ്ടായില്ല. അപ്പോൾ എന്തുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു? ആ ടെൻഷൻ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മണിക്കൂറിൽ 1 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. 1 മണിക്കൂറിൽ നിങ്ങൾ 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം.
മെഡിറ്റേഷൻ ഞാൻ വേറൊന്നുമല്ല, സ്വയം ആലോചിക്കുക ഞാൻ ആരാണ്. ഞാൻ ഈ ശരീരമാണോ? ഈ കൈ ആരുടെയാ? എൻ്റെ. കാലാരുടെയാ? ഈ ശരീരം ആരുടെയാ? അപ്പൊ ഞാൻ ആരാണ്? സിമ്പിൾ. ഞാനൊരു പ്രകാശ ബിന്ദുവാണ്. സൂര്യനെമാരി ഒരു ചെറിയ പ്രകാശ ബിന്ദുവാണ്. ശരിയല്ലേ? ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാ? സത്ത് പോയി എന്ന് പറയും. തമിഴന്മാരാണ് സത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ പഴത്തിന്റെ സത്തം എന്ന് പറയില്ലേ? എസൻസ് പോയി എന്ന അർത്ഥം. യെസ് ഓർ നോ? അപ്പൊ നമ്മള് ഈ ശരീരം നമ്മൾ ഡ്രസ്സ് ഊരുന്ന മാതിരി ഊരിയിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യവും നമ്മുടെ കൺട്രോളല്ല. സംഭവിക്കേണ്ട മാതിരി